من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اتقوا الله عباد الله. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ, പരമകാരുണികരും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടൊന്നുപോലെ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ഒരു തുറന്ന പുസ്തകമായി വിശ്വാസിയുടെ മുന്നിൽ നിലകൊള്ളുകയാണ്. പ്രവാചക ജീവിതം പഠിക്കുക എന്നുള്ളത്, അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് ഒരു വിശ്വാസിക്കേറെ നിർബന്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് യജിബു അയ്യഹ്രിസത്തുല്ലാഹു അലാ മഅരിഫത്തി സീറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വിശ്വാസികൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കണം. ലിഅന്ന സീറത്തുഹു തസീദുൽ ഈമാൻ. പ്രവാചക ചരിത്രം എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഈമാനിനെ വർദ്ധിപ്പിക്കും. വതസീദുൽ ഇൻസാന മഹബ്ബതൻ ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും അത് വർദ്ധിപ്പിക്കുമെന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയും, പ്രവാചകനെ പഠിക്കുന്തോറും പ്രവാചകനെ അറിയുന്തോറും ഒരു വിശ്വാസിയുടെ ഈമാൻ വർദ്ധിക്കും. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയുണ്ടാകും. ആ പ്രവാചകന്റെ ജീവിതം എന്നുള്ളത് മനോഹരമാണ്. ചരിത്രത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാം, ആ പ്രവാചകനെ കുറിച്ച് പ്രവാചകന്റെ കൂടെ 10 വർഷം സേവകനായി ജോലി ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാലലി ഉഫ്ഫിൻ, ഒരിക്കൽ പോലും എന്റെ പ്രവാചകൻ എന്നോട് ചേ എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നമ്മൾ ആലോചിക്കണം, നീണ്ട 10 വർഷത്തിനിടയ്ക്ക് തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന സേവകനായ തന്റെ വൃത്തിനോട് ഒരിക്കൽ പോലും ഏറ്റവും നിസാരമായ ചേ എന്ന വാക്ക് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര മനോഹരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. പ്രവാചകന്റെ പത്നിമാര് പറയുന്നു, ഭാര്യമാര് പറയുന്നു, ഒരിക്കൽ പോലും ആ പ്രവാചകൻ ഞങ്ങളെ മർദ്ദിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ആ പ്രവാചകൻ ഞങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ആ പ്രവാചകൻ ഞങ്ങളോട് ഒരു ചീത്ത വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് പ്രവാചകന്റെ പത്നിമാർ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം പ്രവാചകനോട് ചോദിച്ചിട്ട് ഫഖാല ലാ, ഇല്ല, നിനക്ക് ഞാൻ തരില്ല എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല.
പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കളയിലേക്ക് കടന്നു വരും, ഞങ്ങളെ സഹായിക്കും. പള്ളിയിൽ ബാങ്ക് വിളിക്കുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കളയിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്ന് പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിക്കും. സഹാബത്ത് പറയുകയാണ്, പത്നിമാര് പറയുകയാണ്, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുരുദുരാ സംസാരിക്കാറുണ്ടായിരുന്നില്ല. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് നാക്കിനൊരു വെല്ലും ബ്രേക്കുമില്ല എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ അങ്ങനെ സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ല മൻ സമിഅഹു. പ്രവാചകന്റെ സംസാരം സ്ഫുടമായിരുന്നു, പ്രവാചകന്റെ സംസാരം കൃത്യമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് കേട്ടാൽ അത് മനസ്സിലാകാത്ത ഒരു മനുഷ്യനും ഉണ്ടാകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. ആ പ്രവാചകന്റെ മുന്നിൽ ഒരു ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് അല്പം ഉപ്പ് കുറഞ്ഞാൽ, അതിന്റെ രുചിക്കൊരൽപ്പം വ്യത്യാസം വന്നാൽ എന്തൊക്കെ കുറ്റങ്ങൾ നമ്മൾ പറയും. അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയുകയാണ്, ഒരിക്കൽ പോലും തന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ കുറ്റം പറഞ്ഞിട്ടില്ല. പ്രവാചകൻ ആവശ്യമുണ്ടെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ പ്രവാചകൻ കഴിക്കാതെ മാറ്റിവെക്കും. ഒരിക്കൽ പോലും തന്റെ മുന്നിൽ കൊണ്ടുവന്ന അന്നത്തെ ഭക്ഷണത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റം പറഞ്ഞിട്ടില്ല. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി ഇമാമായി കൈകെട്ടും. പിന്നിൽ നിന്ന് കൊച്ചുകുട്ടികളുടെ കരച്ചിൽ കേൾക്കും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികൾക്ക് വേണ്ടി, ആ കുട്ടികളുടെ ചേർന്ന് നിൽക്കുന്ന അവർ ഉമ്മമാർക്ക് വേണ്ടി, ആ ഉമ്മമാർക്ക് പ്രയാസമാകാതിരിക്കാൻ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ലഘൂകരിക്കും. എത്ര മനോഹരമാണ് പ്രവാചകന്റെ ജീവിതം, പ്രവാചകന്റെ ചര്യകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. അതുകൊണ്ടാണ് പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞത്, അഹ്സന നാസി ഖുൽഖ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമ അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബുഇസ്തു ലിഉതമ്മിമ ഹുസ്നൽ അഖ്ലാഖ്, സകല സദ്ഗുണങ്ങളുടെയും സകല നന്മകളുടെയും പൂർത്തീകരണമായിക്കൊണ്ടാണ് ഞാൻ അയക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മുടെ ചരിത്രത്തിലേക്ക് കടന്നു വന്നാൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഒട്ടേറെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറെ ഹൃദ്യമാണ് ചരിത്രം. ആ ചരിത്രത്തിന്റെ ഓരോ താളുകളും നമുക്ക് പാഠങ്ങളാണ്. ഒരിക്കൽ റുക്കാന ഇബ്നു യസീദ് എന്ന മനുഷ്യൻ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. റുക്കാന എന്ന് പറഞ്ഞാൽ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് തികഞ്ഞ നിഷേധിയായിരുന്നു. പ്രവാചകനെ ധിക്കരിച്ച, പ്രവാചകനോട് അങ്ങേയറ്റം വെറുപ്പുള്ള വ്യക്തിയായിരുന്നു റുക്കാന. മാത്രമല്ല ഖുറൈശികളിൽ അതിശക്തനായിരുന്നു. റുക്കാന ജീവിതത്തിൽ ഒരിക്കൽ പോലും തോൽവി അറിഞ്ഞിട്ടില്ല. കാരണം അതിശക്തമായ കയ്യൂക്കുള്ള, ആരോഗ്യ ദൃഢഗാത്രനായ, കായിക ബലത്തിൽ ഒരിക്കൽ പോലും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തിയാണ് റുക്കാന ഇബ്നു യസീദ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വലിയ സംഘം ആടുകളുമായി, ഒരു കൂട്ടം ആടുകളുമായി റുക്കാന ഇബ്നു യസീദ് കടന്നു വരികയാണ്. റുക്കാനയെ കണ്ടപ്പോൾ ഏതൊരു വ്യക്തിയോടും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്. റുക്കാന ഇസ്ലാമിന്റെ ശത്രുവാണ്, അതിശക്തനാണ്, കയ്യൂക്കുള്ളവനാണ്, ആരോഗ്യ ദൃഢഗാത്രനാണ്. മാത്രമല്ല ഏതൊരു മനുഷ്യനെയും നിമിഷങ്ങൾ കൊണ്ട് നിലംപരിശാക്കാനുള്ള കഴിവ് റുക്കാനയ്ക്കുണ്ട്. ആ റുക്കാനയോട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്. ഏതൊരു മനുഷ്യനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്. ഇസ്ലാമിലേക്ക് റുക്കാനയെ ക്ഷണിച്ചു. ആ സമയത്ത് റുക്കാനയുടെ പ്രതികരണം, യാ മുഹമ്മദ് ഇൻ സ്വറഅതനി ആമന്തു ബിക്, മുഹമ്മദേ രണ്ട് കാര്യം നീ എന്നോട് എന്റെ മുന്നിൽ ചെയ്തു കാണിക്കാം, എന്നാൽ ഞാൻ നിന്നെ വിശ്വസിക്കാം. റുക്കാന ഒരു നിബന്ധന വെക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ. ഒന്നാമത്തെ നിബന്ധന, തൊട്ടടുത്ത് കാണുന്ന ഒരു മരം, ഒരു വൃക്ഷം, ആ വൃക്ഷം കാണിച്ചുകൊണ്ട് റുക്കാന പറയാണ്, ആ കാണുന്ന വൃക്ഷം വേരുകൾ മണ്ണിൽ ആഴ്ന്ന് ചലനമില്ലാതെ കാറ്റടിക്കുമ്പോൾ ആടി നിൽക്കുന്ന ഒരു വൃക്ഷം, ആ വൃക്ഷത്തെ എന്റെ അടുത്തേക്ക് താങ്കൾ കൊണ്ടുവരണം, എന്നാൽ ഞാൻ വിശ്വസിക്കാം. തീർന്നില്ല. രണ്ടാമത്, ഞാൻ അതിശക്തനാണ്, ഞാൻ ആരോഗ്യമുള്ളവനാണ്, ഞാൻ എന്നെ തോൽപ്പിക്കാൻ ഈ
ഖുറൈശികളുടെ കൂട്ടത്തിൽ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല. അത്രമാത്രം കയ്യൂക്കുള്ള ഗുസ്തിയിൽ മികവുള്ള എന്നെ പരാജയപ്പെടുത്തിയാൽ ഞാൻ നിന്നിൽ വിശ്വസിക്കാമെന്ന് 2 നിബന്ധന റുക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃക്ഷത്തെ തന്റെ മുന്നിലേക്ക് വിളിച്ചു. അനുസരണയുള്ള ഒരു കുട്ടി നടന്നു വരുന്നത് പോലെ ആ വൃക്ഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നു. റുക്കാന അത് കണ്ടിട്ട് പറഞ്ഞു, ഇത് മാരണമാണ്, നിങ്ങൾ സാഹിറാണ്, ഇത് സിഹറാണ് എന്ന് പറഞ്ഞ് ആ അത്ഭുതകരമായ ദൃഷ്ടാന്തത്തെ, പ്രവാചകന്റെ മുന്നിൽ ആവശ്യപ്പെട്ട ദൃഷ്ടാന്തത്തെ റുക്കാന അവിടെ വെച്ച് കളവാക്കുകയാണ്. രണ്ടാമത് റുക്കാന പറഞ്ഞു, എന്നെ താങ്കൾ തോൽപ്പിച്ചാൽ, ഗുസ്തിയിൽ ഇതുവരെ പരാജയം അറിയാത്ത അതിശക്തനായ എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ താങ്കളിൽ വിശ്വസിക്കാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനും റുക്കാനയും ഏറ്റുമുട്ടുകയാണ്. റുക്കാനയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കൽ പോലും പരാജയം അറിയാത്ത അതിശക്തനായ കയ്യൂക്കുള്ള വ്യക്തിയാണ് എന്ന് മാത്രമല്ല, റുക്കാന ഇതുവരെ ജീവിതത്തിൽ പരാജയം അറിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റുമുട്ടി നിമിഷങ്ങൾക്കുള്ളിൽ റുക്കാനയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്തേക്ക് മലർത്തിയടിച്ചു. വീണ്ടും റുക്കാന രണ്ടാമത് എഴുന്നേറ്റു. എന്നിട്ട് വീണ്ടും പ്രവാചകനെ വെല്ലുവിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും റുക്കാനയോട് ഏറ്റുമുട്ടി. അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടാമതും റുക്കാന എന്ന അതിശക്തനായ മനുഷ്യനെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്തേക്ക് പരാജയപ്പെടുത്തി വീഴ്ത്തി. അങ്ങനെ 2 പ്രാവശ്യവും അപമാനിതനായി അപമാനഭാരത്താൽ നിലത്തേക്ക് വീണ റുക്കാന ആ അറബികളുടെ ഇടയിൽ വില്ലാളി വീരനായി അറിയപ്പെട്ടിരുന്ന, ജീവിതത്തിൽ ഒരിക്കലും തോൽവി എന്തെന്ന് ജീവിതത്തിൽ അറിയപ്പെടാത്ത ആ റുക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ 2 പ്രാവശ്യം പരാജയപ്പെട്ടു. മൂന്നാമതും അപമാനഭാരത്താൽ റുക്കാന വെല്ലുവിളിച്ചു. അങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ റുക്കാന പറയുന്നുണ്ട്, എന്നെ പരാജയപ്പെടുത്തിയാൽ എന്റെ ഈ ആട്ടിൻ പറ്റത്ത് മുഴുവൻ ഞാൻ താങ്കൾക്ക് നൽകാമെന്നൊരു കരാർ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ റുക്കാന അവിടെ അത്തരത്തിലൊരു കരാർ കൂടി പറഞ്ഞിരുന്നു. മൂന്നാമതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുമുട്ടുകയും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രവാചകനോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ റുക്കാന പരാജയപ്പെട്ട് പരിക്ഷീണിതനായി അപമാനഭാരത്തോടുകൂടി തല താഴ്ത്തിയിരിക്കുന്ന രംഗമാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റുക്കാന പറഞ്ഞു, ഞാൻ തോറ്റാൽ എന്റെ മുഴുവൻ ആടുകളെയും ഞാൻ താങ്കൾക്ക് തരാം. അങ്ങനെ ആടുകൾ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തു. അപേക്ഷ സ്വരത്തിൽ ആ സമയത്ത് റുക്കാന എന്ന ഇസ്ലാമിന്റെ ശത്രു മഹാനായ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു വാചകമുണ്ട്, യാ മുഹമ്മദേ, എന്നെ പരാജയപ്പെടുത്തിയതിന്റെ പ്രതിഫലമാണ് ഈ ആട്ടിൻ പറ്റുമെന്ന് താങ്കൾ ഖുറൈശികളോട് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അതെനിക്ക് നാണക്കേടാണ്, അതെനിക്ക് അപമാനഭാരമാണ്. അതുകൊണ്ട് ചൂതാട്ടത്തിലൂടെ എനിക്ക് ലഭിച്ചതാണ്, താങ്കൾക്ക് ലഭിച്ചതാണ് ഈ ആട്ടിൻകൂട്ടമെന്ന് താങ്കൾ ഖുറൈശികളോട് പറയണം. അല്ലാതെ ഞാൻ പരാജയപ്പെട്ടുവെന്നോ എന്നെ താങ്കൾ പരാജയപ്പെടുത്തിയെന്നോ ഒരിക്കലും താങ്കൾ പറയരുത് എന്ന് അപേക്ഷാ സ്വരത്തിൽ റുക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അവിടെ മഹാനായ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം, ഞാൻ ഒരിക്കലും കളവ് പറയുകയില്ല, ഞാൻ ഒരിക്കലും നുണ പറയുകയില്ല, താങ്കളുടെ ആടിനെ താങ്കൾക്ക് തന്നെ എടുക്കാം. ആ മുഴുവൻ ആടുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിപ്പോയി പ്രവാചകനെ അത്ഭുതത്തോടു കൂടി റുക്കാന നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് റുക്കാന പറയുന്നു, അന്ത വല്ലാഹി ഖൈറുൻ മിന്നി വഅക്രം, താങ്കളെക്കാൾ മാന്യനായ, താങ്കളെക്കാൾ ഉത്തമനായ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് കണ്ടിട്ടില്ല, ഞാൻ താങ്കളെക്കാൾ ഒരു ഉത്തമനായ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് റുക്കാന അവിടെ ആവർത്തിച്ചു പറയുന്നുണ്ട്. മുഹമ്മദേ, എന്നെക്കാൾ താങ്കൾ ഉത്കൃഷ്ടനാണ്, ആദരവ് നിറഞ്ഞവനാണ് എന്ന് റുക്കാന വിളിച്ചു പറയുന്നുണ്ട്. ആ റുക്കാനയുടെ മനസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാ അത്ഭുതത്തെ കുറിച്ചായിരുന്നു ചിന്ത. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മക്കം ഫത്ഹിന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി കടന്നു വന്നു. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തോൽവി ഏറ്റുവാങ്ങിയ പ്രവാചകൻ ആടുകളെ തിരിച്ചു കൊടുത്ത അതേ റുക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് പറയുകയാണ്, മുഹമ്മദേ, താങ്കൾ എന്നെ ഓരോ പ്രാവശ്യം പരാജയപ്പെടുത്തിയപ്പോഴും ആകാശ ലോകത്ത് നിന്ന് ഒരു അത്ഭുതകരമായ സഹായം താങ്കളെ തേടിയെടുത്തുന്നുണ്ട്
എന്ന യാഥാർത്ഥ്യം ഞാനിതാ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രവാചകനെ വിശ്വസിക്കുകയും ശിഷ്ടകാലം പ്രവാചകന്റെ അനുചരനായി ജീവിക്കുകയും ചെയ്തു. മഹാനായ സ്വഹാബി മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ശ്രദ്ധേയമായ ഒരു ചരിത്രമാണെങ്കിൽ ആ ചരിത്രത്തിൽ ഒട്ടനവധി പാഠങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രബോധനം ചെയ്യുന്നത്. ആ ജീവിതം കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മഹിതമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഇന്ന് ആളുകൾ പറയുന്നു മുസ്ലിം ഉമ്മത്ത് അവരും ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം പ്രമാണങ്ങളുള്ളതും ദീനിലുള്ളതും പലപ്പോഴും മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ തെളിവ് ഇത് നമുക്ക് പഠിക്കാനുണ്ട്. മാത്രമല്ല കളവ് എത്രത്തോളം ഗൗരവമാണ് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രഹസ്യ പ്രബോധനം കഴിഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, പ്രവാചകരെ പരസ്യ പ്രബോധനത്തിന് ഇറങ്ങണം. എന്ന ആയത്ത് കേട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാവുന്ന ചരിത്രമാണ്. സഫാ കുന്നിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി. എന്നിട്ട് അവിടുത്തെ ആളുകൾ മുഴുവൻ വിളിച്ചുകൂട്ടിയിട്ട് പ്രവാചകൻ യാ സ്വബാഹ എന്ന് വിളിച്ചു പറഞ്ഞാൽ അന്നാട്ടിലെ ജനങ്ങൾക്കറിയാം എന്തോ ഗൗരവമുള്ള വിഷയം പറയാൻ വേണ്ടിയാണ് അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, ആ വിളിക്കുന്നത് എന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അകുന്തും തുസദ്ദിഖൂനി, ഞാൻ കളവ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ കളവ് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ പ്രവാചകന്റെ കൂടെ പ്രവാചകന്റെ മുന്നിലുള്ളത് വിശ്വാസികളല്ല, മുഴുവൻ അവിശ്വാസികളായ ജനങ്ങളാണ്. ആ അവിശ്വാസികളായ ജനങ്ങൾ പ്രവാചകനോട് പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇല്ല മുഹമ്മദേ, താങ്കൾ കളവ് പറയില്ല, താങ്കളുടെ നാവിൽ നിന്ന് ഞങ്ങൾ കളവ് കേട്ടിട്ടില്ല. എത്ര വലിയ ക്വാളിറ്റിയാണ്, എത്ര വലിയ യോഗ്യതയാണ് പ്രിയമുള്ളവരെ. നമുക്കെങ്ങനെ ഈ ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ എന്റെ നാവ് കൊണ്ട് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ എത്ര പേർക്ക് പറയാൻ സാധിക്കും? പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം കളവ് എന്നുള്ളത് നിസ്സാരമാണ്. അത് കളവല്ലേ, അതൊരു കളവല്ലേ, നുണയല്ലേ എന്നാണ്. ചില ആളുകൾ പറയും, കച്ചവടക്കാരായ ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ചില ആളുകൾ കച്ചവടം നടത്താൻ വേണ്ടി തന്റെ കടയിലേക്ക് വരുമ്പോൾ സുഹൃത്തുക്കളായ ആളുകളായിരിക്കും. ചില ആളുകൾ പറയുന്ന വാചകം എന്താണ്, ഇതിന് 2000 രൂപ ഇതിന് മുതൽ മുടക്ക് തന്നെയുണ്ട്, അതുകൊണ്ട് നീ ആയതുകൊണ്ട് എനിക്ക് ലാഭം വേണ്ട എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ നുണ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ഏർപ്പാട്. യഥാർത്ഥത്തിൽ ആ മനുഷ്യന് 1000 രൂപയ്ക്ക് കിട്ടിയ സാധനമായിരിക്കും, പക്ഷേ ഉറ്റ സുഹൃത്തിനെ പോലും കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്ന ഏർപ്പാട്. സഹാബികൾ പറയാണ്, കളവ് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല എന്നാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ കളവ് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. അത്ര ഗൗരവമായി ഓരോ തിന്മകളെയും ഞങ്ങൾ നോക്കിക്കണ്ടു. ഇവിടെ പ്രവാചകനോട് കളവ് പറയാൻ വേണ്ടി ഒരു ശത്രു ആവശ്യപ്പെടുമ്പോൾ പ്രവാചകന്റെ മറുപടി ഇല്ല, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയുകയില്ല. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വഫീ ബൈത്തിൻ ഫീ വസ്തിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ട് എന്ന് ഞാൻ ഉറപ്പു തരാം. ആർക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് കൊടുത്തത്? ലിമൻ തറക്കൽ കദിബ്, കളവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നിങ്ങൾ ഒരുക്കമുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിന്റെ മധ്യത്തിൽ നിങ്ങൾക്ക് ഒരു വീട് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു തരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയണം, അത് തമാശക്കാണെങ്കിലും ശരി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്കറിയാം, ഖുലുൽ ഹഖ് വലൗ കാന മുറ, കൈപ്പേറിയതാണെങ്കിലും സത്യം പറയണേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം, അഭിമാനത്തിന് എത്രമാത്രം വിലയുണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് എത്രമാത്രം വിലയുണ്ട് എന്ന് നമ്മൾ ഈ പാഠത്തിൽ നിന്ന്, ഈ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ചില ആളുകൾ മറ്റുള്ള ആളുകൾ ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും, ചില ആളുകളെ ഇങ്ങനെ നോവിച്ചുകൊണ്ടിരിക്കും. ശരിയാണ്, അവരുടെ ജീവിതത്തിൽ ചില പ്രത്യേക സമയങ്ങളിൽ ചില തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരാണ്, തെറ്റുകൾ ഉണ്ടാകും. അങ്ങനെ ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ പിന്നെ എപ്പോഴും എടുത്തു പറഞ്ഞ് അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുക, അവരെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ മുസ്ലിമീങ്ങളുടെ മനസ്സിനെ എപ്പോഴും വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന
അവസ്ഥ പല ആളുകളുടെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ആ ഇന്ന മനുഷ്യനിൽ നിന്നൊരു തെറ്റ് കിട്ടിയാൽ, അവന്റെ ഒരു അബദ്ധം കിട്ടിയാൽ, അവനിൽ നിന്നൊരു വീഴ്ച ഉണ്ടായാൽ പിന്നെ അതങ്ങ് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവന്റെ മനസ്സിനൊരു സുഖം കിട്ടുന്ന ഒരു ഏർപ്പാടായി എത്ര മനുഷ്യരെ കണ്ടാലും ഇന്ന മനുഷ്യനെ കുറിച്ച് അറിഞ്ഞില്ലേ, അയാൾ ഇന്നത് ചെയ്തത് അറിഞ്ഞില്ലേ എന്ന രൂപത്തിൽ അവന്റെ ആ കുറ്റം ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവന്റെ അഭിമാനത്തെ കുത്തി കീറുന്ന പ്രവണത ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി നമുക്ക് കാണാൻ സാധിക്കും. അത്തരക്കാരോട് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെ വിളിച്ചൊരു വിളിയുണ്ട്. വല്ലാത്തൊരു വിളിയാണ്. മറ്റുള്ളവന്റെ അഭിമാനത്തിന് വില കൽപ്പിക്കാത്ത, ആ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന, മറ്റുള്ളവന്റെ മുന്നിൽ മുസ്ലിമിന്റെ അഭിമാനത്തെ പിച്ചി ചീന്തുന്ന മനുഷ്യരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച വിളി, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലുൽ ഈമാൻ ഖൽബുഹു. നാവ് കൊണ്ട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്നവരെ, അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. നാവ് കൊണ്ട് മാത്രം മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്നവരെ, വലം യദ്ഖുലുൽ ഈമാൻ ഖൽബുഹു, ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കാത്തവരെ എന്നാണ്. അത്തരം ആളുകളെ, അഭിമാനത്തിന് വില കൽപ്പിക്കാത്ത ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലാ തഖ്താബുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ന്യൂനതയുടെ പുറകെ നിങ്ങൾ കൂടരുത്, ആ ന്യൂനത നിങ്ങൾ പരസ്യമാക്കരുത്, അങ്ങനെ അവൻ ഈബത്തും മീമത്തും പറയുന്നവരായി നിങ്ങൾ മാറരുത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വലാ തത്തബിഉ ഔറാതിഹിം, അവന്റെ ന്യൂനതയുടെ പിന്നാലെ നിങ്ങൾ ചികഞ്ഞു കൂടരുത്, അവന്റെ ന്യൂനത നിങ്ങൾ ചികഞ്ഞെടുക്കരുത്. എന്താ അവന്റെ കുറ്റം, എന്താ അവന്റെ പോരായ്മ? സ്വന്തത്തിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടും പലപ്പോഴും പല ആളുകൾക്കും അതൊന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരിൽ എന്താണ് കുറ്റമുള്ളത്, മറ്റുള്ളവരിൽ എന്താണ് കുറവുള്ളത് എന്ന് ചികഞ്ഞു നടക്കുന്ന ആളുകളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വലാ തത്തബിഉ ഔറാതിഹിം, മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും നിങ്ങൾ ചികഞ്ഞന്വേഷിക്കരുത്. അങ്ങനെ മറ്റുള്ളവന്റെ കുറ്റവും കുറവുകളും നിങ്ങൾ ചികഞ്ഞന്വേഷിച്ചുകൊണ്ട് നടന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കുറ്റം മാന്താൻ തുടങ്ങും, നിങ്ങളുടെ കുറവുകളും റബ്ബ് ചെയ്യാൻ തുടങ്ങും. അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്ത് പുറത്തിടും. പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, വമൻ യത്തബിഅല്ലാ ഔറതഹു യഫ്ളഹു ഫീ ബൈതിഹി. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാളുടെ കുറ്റം ചെയ്യാൻ തുടങ്ങിയാൽ, ആ റബ്ബ് ഒരാളുടെ കുറ്റങ്ങളുടെ പിന്നാലെ കൂടിയാൽ, അവനവന്റെ വീടിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നാലും, അവന്റെ റൂമിന്റെ ഉള്ളിൽ അടച്ചിട്ടിരുന്നാലും, ആ വീടിന്റെ ഉള്ളിൽ വെച്ച് വരെ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ വശറാക്കുമെന്ന് അശറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞു നടന്നിട്ട് മറ്റുള്ളവന്റെ അഭിമാനത്തിന് വില കൊടുത്തില്ല എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ റദ്ദ അൻ ഇർളി അഖീഹി, നമ്മുടെ ഒരു സഹോദരന്റെ അഭിമാനത്തെ മുറിവേൽപ്പിക്കാതെ, ആ സഹോദരന്റെ അഭിമാനത്തെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മുടെ മുഖത്തെ നരകത്തിൽ നിന്ന് അല്ലാഹു കാത്തു രക്ഷിക്കും. എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞ ഒരാളുടെ കുറ്റം, നമ്മൾ അറിഞ്ഞ ഒരാളുടെ പോരായ്മ, പക്ഷേ അതൊന്നും മറച്ചു വെക്കാൻ, നാലാളുകളോട് പറഞ്ഞ് ഒരു ആത്മസുഖം കിട്ടുന്ന അയർപ്പാടൊന്ന് മാറ്റിവെച്ച് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അത് ഒളിപ്പിച്ചു വെക്കാൻ സാധിച്ചാൽ ആ റബ്ബ് നരകത്തീയെ തൊട്ട് നമുക്ക് രക്ഷ നൽകുമെന്ന് പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പ്രവാചകന്റെ പള്ളിയിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു. വലിയൊരു തെറ്റ് ചെയ്തിട്ടാണ് കടന്നു വന്നത്. പ്രവാചകനോട് ആ വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി സനീതു, ഞാൻ വ്യഭിചരിച്ചു. പ്രവാചകൻ മുഖം തിരിച്ചു. ആ മുഖം തിരിച്ച് അതേ വശത്തേക്ക് ആ വ്യക്തി കടന്നു വന്നിട്ട് പറഞ്ഞു, ഇതേ കാര്യം ആവർത്തിച്ചു, പ്രവാചകനെ ഞാൻ വ്യഭിചരിച്ചു. വീണ്ടും 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു. അവസാനം ആ വ്യക്തിയോട് ആവർത്തിച്ച് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല റസൂലേ, എന്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല. വീണ്ടും ആ മനുഷ്യനോട് പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ വിവാഹിതനാണോ? അതേ എന്ന് പറഞ്ഞു. അങ്ങനെ തെറ്റുകൾ പലതവണ ഏറ്റു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ മേൽ ഹദ് നടപ്പിലാക്കി. ആ തെറ്റേറ്റു പറയാൻ വേണ്ടി പ്രവാചകനിലേക്ക് കടന്നു വന്ന ആ വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അയച്ചത് ഹസ്സാൻ ഇബ്നു റിആബ് എന്ന വ്യക്തിയായിരുന്നു. ആ ഹസ്സാൻ ഇബ്നു റിആബ് എന്ന വ്യക്തിയായിരുന്നു പ്രവാചകന്റെ അടുക്കലേക്ക് ആ തെറ്റ് ചെയ്ത വ്യക്തിയെ പറഞ്ഞു വിട്ടത്. ആ വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിപ്പിച്ചു. ആ പറഞ്ഞു വിട്ട വ്യക്തിയെ വിളിപ്പിച്ചു. എന്നിട്ട് ഹസ്സാനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു വാചകം കൊണ്ട്, ഹസ്സാനെ, നീ ആ വ്യക്തി, ആ വ്യഭിചാരം എന്ന തെറ്റ് ചെയ്ത വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു വസ്ത്രം കൊണ്ട് നിനക്ക് അദ്ദേഹത്തെ മൂടി പിടിക്കാമായിരുന്നില്ലേ? ഒരു വസ്ത്രം കൊണ്ട് മറച്ചു പിടിക്കാമായിരുന്നില്ലേ? അതല്ലേ നിങ്ങൾക്ക് ഉത്തമം? എന്റെ അടുക്കിലേക്ക് വിടാതെ, ആ മനുഷ്യന്റെ തെറ്റ് പരസ്യമാക്കാതെ, തൗബ ചെയ്യാൻ ആവശ്യപ്പെടാതെ എന്റെ അടുക്കിലേക്ക് വിടുന്നതിനേക്കാൾ ഉത്തമം
ഒരു വസ്ത്രം കൊണ്ട് അദ്ദേഹത്തെ മൂടിപ്പിടിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരു തെറ്റ് ചെയ്ത വ്യക്തിയെ പോലും ആ തെറ്റ് പരസ്യമാക്കാതെ അത് രഹസ്യമാക്കി വെച്ച് റബ്ബിനോട് ആത്മാർത്ഥമായ തൗബ ചെയ്യാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിം അല്ലാത്ത ശത്രുവായ മനുഷ്യന്റെ അഭിമാനത്തിന് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ വില കൽപ്പിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, മുസ്ലിങ്ങളായ നാം മറ്റുള്ള മനുഷ്യന്റെ അഭിമാനത്തിന് എത്രത്തോളം വില കൽപ്പിക്കണമെന്ന് ഗൗരവമായി ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്രയിൽ ചില ആളുകളെ കണ്ടു. ആ ആളുകളുടെ പ്രത്യേകത നുഹാസുൻ ലഹും അദ്ഫാറു മിൻ നുഹാസ്, ചെമ്പിന്റെ നഖങ്ങൾ അവർക്കുണ്ട്. ചെമ്പിന്റെ കൂർത്ത നഖങ്ങളുള്ള ചില ആളുകളെ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ വെച്ച് കാണുകയാണ്. ആളുകളുടെ പ്രത്യേകത യഹ്മിശൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ കയ്യിലുള്ള കൂർത്ത ചെമ്പിന്റെ നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ശരീരം അവർ മാന്തിക്കീറുന്ന വളരെ ഭീകരമായ ഒരു കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രവാചകൻ ചോദിക്കുന്നു, യാ ജിബ്രീൽ മൻ ഹൗലാ, ആരാണ് ഈ കൂട്ടർ? ഇത്ര ഭയാനകരമായ ശിക്ഷയ്ക്ക്, സ്വന്തം ശരീരം തന്നെ മാന്തിക്കീറുന്ന ശിക്ഷയ്ക്ക് വിധേയമാകാനുള്ള കാരണം എന്താണ്? അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുക്കുന്ന ഒരു മറുപടി വല്ലാത്ത മറുപടിയാണ്. അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന അറാലഹും, ഇവർ ജനങ്ങളുടെ പച്ചമാംസം തിന്നവരാണ്. അവർ അഭിമാനത്തെ വ്രണപ്പെടുത്തി അവരുടെ കുറ്റവും കുറവും പറഞ്ഞു നടന്ന് അങ്ങനെ ജനങ്ങളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുകയും അവരുടെ മാംസം തിന്നുകയും, അഥവാ അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ അവരുടെ കളവുകൾ, അവരുടെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞ് പച്ചമാംസം തിന്നുന്നതിന് തുല്യമായ പണിയെടുത്ത വയഖഊന അറാലഹും, അവർ അഭിമാനം കൊണ്ട് പന്താടിയ ആളുകളാണ് റസൂലേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുക്കുന്ന മറുപടി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ഒരു തിരിച്ചറിവുണ്ടാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഓരോന്നും നമുക്ക് പാഠമാണ്. ആ ചരിത്രത്തെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും നമ്മുടെ ജീവിതവുമായി ആ ചരിത്രത്തെ ചേർത്ത് വെച്ച് തിരുത്തേണ്ടത് തിരുത്തുകയും അങ്ങനെ നന്മയുടെ മാർഗത്തിലേക്ക് മുന്നേറുകയും നമ്മുടെ ജീവിതത്തെ പ്രവാചക ജീവിതത്തിനനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വ ലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അശ്റഫിൽ അൻബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖ്വല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ബദർ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാപ്പയും മകനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിൽ ചേരാൻ വേണ്ടി അവരുടെ വീടുകളിൽ നിന്ന് പുറപ്പെടുകയാണ്. ആ മകന്റെ പേര് ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്നും ആ വാപ്പയുടെ പേര് ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നുമാണ്. ഇവർ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അവർ ഇരുവരും ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ആ രണ്ട് സ്വഹാബികളും ചെന്നകപ്പെടുന്നത് ശത്രുക്കളുടെ കൈകളിലാണ്, ഖുറൈശികളുടെ കൈകളിലാണ്. അങ്ങനെ ശത്രുക്കളുടെ കൈകളിൽ ആ രണ്ടുപേരും അകപ്പെട്ടു. ആ രണ്ടുപേരെയും ശത്രുക്കൾ ബന്ധനസ്ഥരാക്കി അവരെ വിചാരണ ചെയ്യാൻ ആരംഭിച്ചു. അവരോട് ചോദിച്ചു, ശത്രുക്കൾ ചോദിച്ചു, ഖുറൈശികൾ ചോദിച്ചു, നിങ്ങൾ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിലേക്ക് ചേർന്ന് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ലേ നിങ്ങൾ കടന്നു വന്നത്, നിങ്ങൾ പോകുന്നത്? രണ്ട് സഹാബികൾ പറഞ്ഞു, മാ നുരീദു ഇല്ല മദീന, ഞങ്ങൾ മദീനയെ ലക്ഷ്യം വെച്ചാണ് പോകുന്നത്, ബദറിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം അവരുടെ തലകൾ അറ്റുപോകുന്ന, അവരെ വധിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് മദീന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് എന്ന് ആ സഹാബികൾ പറഞ്ഞു. അങ്ങനെ ഖുറൈശികൾ അവരോടൊരു കരാർ വാങ്ങുകയാണ്, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം, പക്ഷെ ഒരു കരാറുണ്ട്, നിങ്ങൾ ഒരിക്കലും ബദറിൽ പങ്കെടുക്കാൻ പാടില്ല. ബദറിൽ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നവർ കൂട്ടത്തിൽ ഒരിക്കലും നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് കരാർ വാങ്ങിയിട്ടാണ് ആ രണ്ട് സഹാബികളെയും ശത്രുക്കൾ വെറുതെ വിടുന്നത്, ഖുറൈശികൾ വെറുതെ വിടുന്നത്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിട്ടു. ആ രണ്ട് സഹാബികളും പ്രയാസത്തോടുകൂടി നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പ്രവാചകനോട് വിവരം പറഞ്ഞു, റസൂലേ, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി കടന്നു വന്നവരാണ്,
പക്ഷേ ഞങ്ങൾ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടു. അങ്ങനെ ശത്രുക്കൾ ഞങ്ങളോട് ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്, എന്ത് ചെയ്യണം? ഇവിടെയാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി. എന്താ പ്രവാചകൻ പറഞ്ഞത്? അത് ശത്രുക്കളല്ലേ, അവർ വാക്കിന് എന്ത് വില കൊടുക്കണം, അത് നിങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ അടുക്കൽ നിന്ന് ഒരു കരാർ വാങ്ങിയ ശത്രുക്കൾ ഒരുപക്ഷെ യുദ്ധത്തിലെ സഹാബികൾ പങ്കെടുത്താൽ യുദ്ധത്തിന്റെ തിരക്കിനിടയ്ക്ക് അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ശത്രുക്കളോട് കരാർ പാലിക്കണമെന്നൊരു നിയമമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇൻസ്വരിഫ, നിങ്ങൾ ഇരുവരും തിരിച്ചു പോവുക, നിങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല. ഫൂലഹും, ആ കരാർ നിങ്ങൾ പാലിക്കണം. ശത്രുക്കളോടാണ് നിങ്ങൾ കരാർ ചെയ്തതെങ്കിൽ ശരി, ആ കരാർ നിങ്ങൾ പാലിക്കണം. അതാണ് മുസ്ലിമിന്റെ സംസ്കാരം, അതാണ് വിശ്വാസ സംസ്കാരം. ആ ശത്രുക്കൾക്കെതിരെ റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, പക്ഷേ കരാർ ലംഘിക്കാൻ പാടില്ല, നിങ്ങൾ തിരിച്ചു പോകണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദറിന്റെ ഒരു പശ്ചാത്തലം. മുസ്ലിമീങ്ങൾക്ക് 2 കുതിരകളാണുള്ളത്. 70 ഒട്ടകങ്ങളിൽ ഒരൊട്ടകത്തിൽ തന്നെ 3ഉം 4ഉം സഹാബികളാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ 300 ചില്ലാനം ശത്രുക്കളാണെങ്കിൽ 3 ഇരട്ടിയാണുള്ളത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ, അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാളെ കൂടി തന്റെ സൈന്യത്തിൽ കിട്ടിയാൽ അത് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ, കാരണം അത്രമാത്രം വിശ്വാസികൾ കുറവാണ്, ആ സമയത്താണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു കരാർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ പാലനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃക അവിടെ നമ്മൾ കാണുന്നത്. ശത്രുവിനോടാണെങ്കിൽ ശരി, ആ കരാർ നിങ്ങൾ പാലിക്കണം. പ്രിയമുള്ളവർ, ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അവിടെ കരാർ എഴുതിയിട്ട് പോലുമില്ല. വാക്കാലുള്ള ഒരു കരാറിന് പോലും ഇത്ര പ്രാധാന്യം കൊടുക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. നമ്മൾ പലരോടും പല വാക്കുകളും പറയാറുണ്ട്, പക്ഷേ നമ്മുടെ വാക്ക് പറഞ്ഞാൽ ഇസ്ലാം പറയുന്നത് വാക്കായിരിക്കണമെന്നാണ്. ആ വാക്കിന് ഒരു വിലയുണ്ടായിരിക്കണം. ആളുകളോട് പറയും 10 മണിക്ക് ഞാൻ അവിടെ എത്താം. ആ സാധു മനുഷ്യൻ അവിടെ എത്തി ഏകദേശം 1.5 മണിക്കൂർ അവിടെ കാത്തു നിൽക്കും. എന്നിട്ട് വിളിച്ചു ചോദിക്കും, എന്തേ നീ വന്നില്ല? 10 മണിക്ക് വരാമെന്ന് പറഞ്ഞല്ലോ, ഒരു കരാറാണ്. പക്ഷേ ആ മനുഷ്യൻ പറയും, ഞാനത് വിട്ടുപോയി, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. വളരെ നിസ്സാരമായ രൂപത്തിലാണ് ആളുകൾ മറുപടി പറയുന്നത്. പണം കടം വാങ്ങിയിട്ട് ഇന്ന ദിവസം തരാം, ആ ദിവസം ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുമ്പോ അതിപ്പോ ശരിയായിട്ടില്ല. വളരെ നിസ്സാരവൽക്കരണം, അഥവാ വാക്കുകൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത ഒരവസ്ഥ, ആ വാക്കുകൾക്ക് ഒരു പ്രാധാന്യം കൽപ്പിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ കുട്ടികളോട് പോലും പല ആളുകളും പലതരത്തില് ഓഫറുകൾ ചെയ്യാറുണ്ട്, കാര്യങ്ങൾ പറയാറുണ്ട്, ഇന്നത് എനിക്ക് ചെയ്തു തരാം. പക്ഷേ അത് കുട്ടിയോടല്ലേ, അതിന് അത്ര വിലയേ ഉള്ളൂ എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. പല ആളുകളും നമുക്ക് റമദാനിലൊക്കെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് പണം ഓഫർ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ സംഭാവന ഇത്ര, ആ പണം ഓഫർ ചെയ്ത് അതിന്റെ ആളുകൾ വിളിക്കും, നിങ്ങൾ ഇത്ര രൂപ തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ, കരാർ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ആ മനുഷ്യനെ കുറിച്ച് ഓർമ്മ പോലുമില്ല. അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കുന്ന അവസ്ഥ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഞാനത് ചെയ്യാം, ഞാനത് വരാം, ഞാൻ അവിടെ പോകാം എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ വാക്കുകൾക്ക് പ്രിയമുള്ളവരെ നമ്മൾ വില കൽപ്പിക്കാറുണ്ടോ? നമ്മുടെ വാക്കിന് എന്ത് വിലയാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെയാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വാക്കുകൾക്ക്, അത് ശത്രുവിനോടാണെങ്കിൽ പോലും ആ വാക്കുകൾക്ക് വില കൽപ്പിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ കരാർ പറഞ്ഞാൽ, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വഔഫൂ ബിൽ അഹദ് ഇന്നൽ അഹദ കാന മസ്ഊല, ആ കരാറിനെ കുറിച്ച് നാളെ റബ്ബ് ചോദ്യം ചെയ്യും. ആ കരാറിനെ കുറിച്ച് റബ്ബ് ചോദ്യം ചെയ്യും. അങ്ങനെ കരാർ പറഞ്ഞിട്ട്, വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്ത മനുഷ്യന് നാളെ നിന്ദ്യതയുടെ പതാക പരലോകത്ത് കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ടാകും. മൻ കാന ഫീഹി ഖാന കാന മുനാഫിഖൻ ഖാലിസ. 4 ലക്ഷണങ്ങൾ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അവൻ കറകളഞ്ഞ കപട വിശ്വാസിയാണ്, കറകളഞ്ഞ മുനാഫിക്കാണ്. മുനാഫിക്കിന്റെ പ്രത്യേകത ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിക്കുകൾ. ആ മുനാഫിക്കിന്റെ 4 ലക്ഷണങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ഒന്നാമതായി പഠിപ്പിക്കുന്നത് ഇദാ യഅ്തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കും, വിശ്വസിച്ചാൽ ചതിക്കും. വഇദാ ഹദ്ദസ കദിബ, സംസാരിച്ചാൽ അവൻ കളവ് പറയും.
വഇദാ ആഹദ ഖദറ, കരാർ പറഞ്ഞാൽ അത് ലംഘിക്കും, അതിനൊരു വിലയും കൽപ്പിക്കുകയില്ല. വഇദാ ഖാസമ ഫജറ, തെറ്റിയാൽ പിണങ്ങിയാൽ തെറി പറയും. ഈ 4 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ഒരെണ്ണം തന്നെ ഉണ്ടെങ്കിൽ അവന് നിഫാഖുണ്ട്, കാപട്യമുണ്ട്. 4 എണ്ണം ഉണ്ടെങ്കിൽ അവൻ കറകളഞ്ഞ മുനാഫിക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, ഈ 4 ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ വഞ്ചിക്കുന്നവരാണോ? നമ്മൾ കളവ് പറയുന്നവരാണോ? നമ്മുടെ വാക്കുകൾക്ക് വിലയില്ലാത്തവരാണോ? നമ്മൾ തെറ്റിയാൽ ചീത്ത പറയുന്നവരാണോ? അവൻ കറകളഞ്ഞ മുനാഫിക്ക് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഇൻ സ്വാമ വസല്ല വസഅമ അന്നഹു മുസ്ലിം, അവൻ നമസ്കരിച്ചാലും ശരി, അവൻ നോമ്പ് നോറ്റാലും ശരി, മുസ്ലിമാണെന്ന് അവൻ പറഞ്ഞു നടന്നാലും ശരി, അവൻ മുനാഫിക്കാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധേയമായി നമ്മുടെ മനസ്സിൽ കുത്തിവെക്കേണ്ട ചില പാഠങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം, പ്രവാചകന്റെ ജീവിത മാതൃക. ചില കാര്യങ്ങൾക്ക് എത്രത്തോളം നമ്മളിൽ സാരവൽക്കരിക്കുന്ന കാര്യങ്ങൾക്ക് എത്ര പ്രാധാന്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുമ്പോൾ വിരിപ്പിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പകരം കിടത്തി. സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് കടന്നുപോയത്. രഹസ്യമായിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയത്. സൗർ ഗുഹയിൽ 3 ദിവസം തങ്ങി. ആ സമയത്ത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം 3 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നത്. പ്രവാചകൻ പുറപ്പെട്ട് 3 ദിവസം കൂടി കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നു. അതിനൊരു കാരണമുണ്ട്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചുകൊണ്ട് അവിടെ മക്കയിലെ മുസ്ലിമീങ്ങളല്ലാത്തവരുമായ ആളുകൾ പ്രവാചകന്റെ കയ്യിൽ കുറെ സ്വത്തുക്കൾ ഏൽപ്പിച്ചിട്ടുണ്ട്, പണം ഏൽപ്പിച്ചിട്ടുണ്ട്, വിലപിടിപ്പുള്ള വസ്തുക്കൾ ഏൽപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പ്രവാചകൻ ഉപദ്രവിച്ച ശത്രുക്കൾ, ആ പ്രവാചകനെ ബുദ്ധിമുട്ടിച്ചവർ, പ്രവാചകന്റെ ശരീരത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളഞ്ഞ കുടൽമാല കൊണ്ടിട്ടവർ, അങ്ങനെ സ്വന്തം നാട്ടിൽ നിൽക്കാൻ പോലും കഴിയാതെ പ്രവാചകനെ ആട്ടി ഓടിപ്പിച്ച ആളുകൾ, ആ ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വിലപിടിപ്പുള്ള ഒട്ടേറെ വസ്തുക്കൾ ഏൽപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് തിരിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതിനാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു 3 ദിവസം മക്കയിൽ തങ്ങിയത്. അങ്ങനെ മക്ക വിട്ട് ഓടിപ്പോകുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വല്ലാഹി ഇന്നക ലഖൈറുൻ അർദുല്ലാഹ്, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് ഈ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭൂമിയാണ് നീ എന്ന് മക്കയോട് പ്രവാചകൻ കരഞ്ഞുകൊണ്ട് പറയുന്ന രംഗമുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ യാത്ര പറഞ്ഞ് ഈ സമൂഹം എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ടു പോകുമായിരുന്നില്ല. അങ്ങനെ ഹൃദയം പിടയ്ക്കുമ്പോഴും വേദനയോടുകൂടി മക്കയോട് യാത്ര പറയുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരെ പറ്റിച്ചിട്ടില്ല. ആ മക്കക്കാരെ പ്രവാചകൻ വഞ്ചിക്കുന്നില്ല. അവർക്ക് കൊടുക്കാനുള്ള അവസാനത്തെ തരിയും അവസാനത്തെ വസ്തുവും കൊടുക്കാൻ ഏൽപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്നത്. അതാണ് അമാനത്ത് എന്നുള്ളത്. ഏൽപ്പിച്ച ആ വസ്തുക്കൾ, ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് കൃത്യമായി നിറവേറ്റിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുന്നത്. അതാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ആളുകൾ നമുക്ക് കാണാം, കോടികളുമായി ലക്ഷങ്ങളുമായി മുങ്ങിയ വാർത്തകൾ. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ചില ജോലിക്ക് വിശ്വസിച്ചേൽപ്പിച്ചതാണ്, പക്ഷേ കിട്ടിയ സമ്പാദ്യം ഒക്കെയായി കടന്നു കളഞ്ഞ മുസ്ലിം നാമധാരികളുടെ വാർത്ത നമ്മൾ കേൾക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ പ്രവാചകന്റെ ജീവിത മാതൃക നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തു വിട്ടാനുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അത് സമാധാനം പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ചില ആളുകൾ പറയും, ആരോടും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ പറയും. നമുക്കതിനൊരു വില കൽപ്പിക്കണം. അതൊരു അമാനത്താണ്. സമ്പത്ത് മാത്രമല്ല അമാനത്ത്. ആരോടും പറയരുത് എന്ന് പറഞ്ഞ് ചില രഹസ്യങ്ങൾ മറ്റുള്ളവർ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ മനസ്സ് വിട്ട് നമ്മുടെ നാവിലൂടെ മറ്റൊരാളോടും നമ്മൾ പറയാൻ പാടില്ല. അത് അമാനത്താണ്. ആ മനുഷ്യനെ ഞാൻ കൊടുത്തൊരു കരാറാണ്, ഇല്ല ആരോടും പറയില്ല എന്ന് പറഞ്ഞാൽ അത് പാലിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. മനസ്സിന് മാലിക് റളിയല്ലാഹു പറയാണ്, പ്രവാചകൻ ഖുത്ബ നടത്തുമ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, അമാനത്തില്ലാത്തവന്, വിശ്വാസ്യതയില്ലാത്തവന് ഈമാനില്ല. വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു, കരാർ പാലിക്കാത്തവന് ദീനുമില്ല എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില പാഠങ്ങളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. ആ ജീവിത പാഠങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയും ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, ജീവചരിത്രങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യുക. അങ്ങനെ ചരിത്രം പഠിച്ചാൽ തസ്ദീദുൽ ഈമാൻ, ഈമാൻ വർദ്ധിക്കും. അതേപോലെ പ്രവാചകനോടുള്ള സ്നേഹം വർദ്ധിക്കും. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത് നിങ്ങൾ ചരിത്രം പഠിക്കണം. ഇത് ആ ചരിത്രത്തിൽ ഗുണപാഠമുണ്ട്. ചരിത്രം പഠിക്കാത്ത എത്ര സമൂഹമാണ് വഴിപിഴച്ച് പോയത് എന്നാണ്. അതുകൊണ്ട് അടുത്തറിയുകയും സുന്ദരമായ മനോഹരമായ ആ ജീവിത പാഠങ്ങളെ നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ആ രൂപത്തിൽ പ്രവാചകന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതമായി, പ്രവാചകന്റെ ജീവിത മാതൃകയെ നമ്മുടെ ജീവിത മാതൃകയായി മാറ്റാൻ പരമാവധി പരിശ്രമിക്കുക, പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും പരമകാരുണികനായ റബ്ബ് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ.